പവിത്രത്തിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. വിക്രം ഏതായാലും ആ സൂപ്പും കുടിച്ചുകൊണ്ടതിന് വേദയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയത്തിന് വിഷ്ണു ചോദിക്കുന്നുണ്ട്, വേദ ഇതൊക്കെ എവിടുന്നാ പഠിച്ചേ? അപ്പോൾ വേദ പറഞ്ഞിട്ട്, ഇതൊക്കെ മുത്തശ്ശിയുടെ മരുന്നാ, കുഞ്ഞിലെ ഞങ്ങൾക്ക് ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോഴേക്കും വിഷ്ണു ശ്രീജയോട് ചോദിക്കുന്നുണ്ട്, ഇനിയും ഈ സൂപ്പ് ബാക്കിയിരിപ്പുണ്ടോ ശ്രീജയെ, എങ്കിൽ എനിക്കും കുറച്ച് കൊണ്ടുപോയോ എന്ന് പറയും. അന്നേരം ശ്രീജി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തിനാ ഈ സൂപ്പൊക്കെ? ശരീരം അനങ്ങാതെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്, നിങ്ങൾ ഈ സൂപ്പ് കഴിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ആദ്യം നിങ്ങൾ ദേഹം അനങ്ങിയിട്ടൊന്ന് അധ്വാനിക്കുക എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോവാണ് ശ്രീജ. അന്നേരം വിശ്വം ആകെ ചമ്മലോടെ കൂടെ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുമായിരിക്കും. ഇതേ സമയത്തിന് വേദ വിക്രമിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, കുറവുണ്ടോ വിക്രം എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പയ്യെ ഇങ്ങനെ വേദയെ നോക്കിയിട്ട്, ആ കുറവുണ്ട്. അല്ല, ഈ സൂപ്പ് നീ ഏട്ടത്തെ കൊണ്ട് ഉണ്ടാക്കിച്ചതാണോ അതോ നീ തന്നെ ഉണ്ടാക്കിയതാണോ എന്ന് ചോദിക്കും. അന്നേരം വേദ പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞു കൊടുത്തു, എന്നിട്ട് ഏട്ടത്തെയാണ് ഉണ്ടാക്കിയത് എന്ന് പറയും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് വിക്രം ഒന്നും വേണ്ടാതെ ആ സൂപ്പ് ഇങ്ങനെ കുടിക്കാണ്. വേദ ഈ സമയത്ത് വിക്രത്തിനെ നോക്കിയിട്ട് ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുക. അന്നേരം വിക്രം പറഞ്ഞിട്ട്, എന്നെ നോക്കിയിട്ട് ഇങ്ങനെ ഇളിച്ച് നിൽക്കാതെ ഇവിടെ നിന്നൊന്ന് എഴുന്നേറ്റ് പോടി. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ശ്രീനിവാസ സാറും കൂട്ടരും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അവർ വരുന്നതും കണ്ടുകൊണ്ടതിന് വേദ വിക്രമിനോട് പറഞ്ഞിട്ട്, ദേ വരുന്നു നിങ്ങളുടെ ശ്രീനി സാർ എന്ന് പറയുന്ന സമയത്തിന് വിക്രം പെട്ടെന്ന് തന്നെ അവിടെ നിന്നും എഴുന്നേൽക്കും. ശ്രീനിവാസൻ സാർ നേരെ വിക്രമിൻ്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, തനിക്കിപ്പോൾ എങ്ങനെയുണ്ടോ? ആ എസ് നിന്നെ ഒരുപാട് അങ്ങ് തല്ലിച്ചതച്ചോ? കുറച്ചൊക്കെ കാര്യങ്ങൾ ഞാനും കേട്ടു എന്നൊക്കെ പറയും. അന്നേരം വിക്രം പറഞ്ഞിട്ട്, കുഴപ്പമൊന്നുമില്ല സാറേ, ഏതായാലും ഇങ്ങോട്ടേക്ക് വരേണ്ടിയിരുന്നില്ല, സാറിന് ഒരുപാട് തിരക്കൊക്കെ ഉള്ളതല്ലേ, എനിക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ല, ഇന്നൊരു ദിവസം റെസ്റ്റ് എടുത്താൽ അതങ്ങ് മാറാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയും. സാർ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? സാറ് വിളിച്ചാൽ ഞാൻ അങ്ങോട്ടേക്ക് വരുമായിരുന്നല്ലോ എന്നൊക്കെ പറയും. ഏതായാലും സാർ ഇരിക്ക്. ശ്രീനിവാസൻ സാർ ഏതായാലും ഒന്നും മിണ്ടാതെ വിക്രമിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് തന്നെ ചോദിക്കുന്നത്, താൻ എന്താ ഈ കാര്യം എന്നോട് വിളിച്ച് പറയാത്തത്? നിന്റെ വർക്ക്ഷോപ്പിലുള്ളവർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ അറിഞ്ഞത്. അന്നേരം വിക്രം പറയുന്നത്, സാറിനറിയാലോ ആ എസ് ഐക്ക് എന്നോട് തീരാത്ത പകയാണ്. ആ ദേഷ്യം ഏതായാലും അയാൾ എന്നെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോയിട്ട് അങ്ങ് തല്ലി തീർത്തു. ഞാൻ ഏതായാലും അയാളെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല സർ, അയാൾക്കിട്ട് ഞാൻ നല്ലത് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുമായിരിക്കട്ടെ വിക്രം. ഇത് കേൾക്കുന്ന സമയത്തിന് വേദക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. വേദ പറഞ്ഞിട്ട്, മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് തല്ലാനും കൊല്ലാനും പോകുമ്പോൾ ആലോചിക്കണം, നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ മറ്റാർക്കും അതൊരു നഷ്ടമായിരിക്കില്ല. അതെല്ലാം അനുഭവിക്കേണ്ടത് ഈ വീട്ടിലുള്ളവരാ. അവസാനം ഒരാപത്ത് വരുമ്പോൾ ആരും കാണില്ല എന്നങ്ങനെ വേദനയോട് പറയാട്ടോ വേദ. വേദയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വരികയാണ്. എന്നിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് കൊണ്ട് തന്നെ ചോദിക്കുന്നത്, എടി നീ ആരുടെ മുന്നിൽ വെച്ചാണ് ഈ സംസാരിക്കുന്നതെന്ന് അറിയാമോ? വിക്രമിൻ്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വേദ ഒന്നും മിണ്ടാതെ അങ്ങനെ തല താഴ്ത്തി നിൽക്കുമായിരിക്കും. ആ സമയത്തിന് ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട്, മനസ്സിന് മുറിവേൽക്കുന്ന സമയത്തിന് വാക്കുകളുടെ മൂർച്ച കൂടുന്നത് അതെനിക്ക് മനസ്സിലാവും കുട്ടി എന്നൊക്കെ പറയട്ടെ ശ്രീനിവാസൻ സാറ്. അതിനുശേഷം വിക്രമിനോട് പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ വിക്രം, ഞാൻ നിന്നെ വിളിക്കാം, ആ എസ് ഐയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ശ്രീനിവാസൻ സാർ യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്നങ്ങ് പോവാൻ നോക്കുന്ന സമയത്തായിരിക്കും കമലമ്മയും മാഷും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. മാഷ് പറയുന്നുണ്ട്, ഒന്ന് അവിടെ നിന്നേ, ഞാൻ ഇവൻ്റെ അച്ഛനാണ്. അപ്പോഴേക്കും ശ്രീനിവാസൻ സാർ മാഷിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിച്ചു നിൽക്കുമായിരിക്കും. ആ സമയത്തിന് വിക്രം ആകെ ഇങ്ങനെ പകച്ച് നിൽക്കോട്ടോ, അച്ഛൻ എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് ചിന്തിച്ചിട്ട് സുധാകരൻ മാഷ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വിക്രമിനെ കാണാൻ വന്നതായിരിക്കുമല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട്, ഇവരെ തല്ലിച്ചതച്ച ആ എസ് ഐയെ ഞാൻ ഏതായാലും വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്ന് പറയും. വിക്രമിൻ്റെ ദേഹത്ത് കൈവഴിച്ചവന് ഞാൻ ഏതായാലും വെറുതെ വിടാനൊന്നും പോകുന്നില്ല, അവനെ ഇനി ഞാൻ സംരക്ഷിക്കുമെന്നൊക്കെ പറയാട്ടോ. അന്നേരം സുധാകരൻ മാഷ് പറഞ്ഞിട്ട്, അവൻ എന്ത് തോന്നിവാസം ചെയ്താൽ പോലും നിങ്ങൾ സംരക്ഷിക്കുമെന്ന ഈ ഒരു ഉറപ്പുണ്ടല്ലോ, അതാണ് നിങ്ങൾ ആദ്യം അവൻക്ക് കൊടുക്കാതിരിക്കേണ്ടത്. നിങ്ങൾ അവൻ്റെ കൂടെ ഉണ്ട് എന്ന ധൈര്യത്തിലാണ് അവന് ആരെയും എന്തും ചെയ്യാമെന്ന ധൈര്യം കിട്ടിയത്. നിങ്ങൾക്ക് ഇനിയെങ്കിലും ഇവനെ ഒന്ന് വെറുതെ വിട്ടൂടെ? നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ എന്തിനാ ഇവനെ ഇങ്ങനെ കൂടെ നിർത്തുന്നത്? നിങ്ങൾ ഇവൻ്റെ വഴിക്കങ്ങ് വിട്ടേക്ക്, നിങ്ങൾ ഒരൊറ്റ ആളാണ് ഇവൻ്റെ ജീവിതം ഇങ്ങനെ തൊലയാൻ കാരണമെന്നൊക്കെ പറയട്ടെ സുധാകരൻ മാഷ്. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് വിക്രം ആകങ്ങനെ ഷോക്കായി നിൽക്കുമായിരിക്കും. സുധാകരൻ മാഷ് വീണ്ടും പറഞ്ഞിട്ട്, മറ്റുള്ളവരെ തല്ലും കൊണ്ട് നാണമില്ലാതെ ഇവിടെ വന്ന് നിൽക്കുകയാണ് ഇവൻ. സുധാകരൻ മാഷിൻ്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വേദ ഒന്നും മിണ്ടാതെ അങ്ങനെ അമ്പരന്ന് നിൽക്കുമായിരിക്കും. മാഷും കമലമ്മയും അകത്തേക്ക് പോയതിനു ശേഷം ശ്രീനിവാസ സാർ ഇങ്ങനെ വിക്രമിനോട് പറയുന്നുണ്ട്, എടോ എനിക്കിന്ന് ഒരു കാര്യം മനസ്സിലായടോ, ഞാനൊരു സ്വാർത്ഥനാണ് എന്ന കാര്യം നിനക്ക് തോന്നുന്നുണ്ടോ? അന്നേരം വിക്രം പറയുന്നുണ്ട്, അയ്യോ സാർ ക്ഷമിക്കണം, അച്ഛൻ അങ്ങനെയൊക്കെ പറയും, സാർ ആ കാര്യമൊക്കെ മറന്നേക്കെന്നിങ്ങനെ വിക്രം പറയുന്ന സമയത്തിന് ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട്, മറക്കേണ്ടതൊക്കെ മറന്നേ പറ്റൂ, പക്ഷേ നമ്മൾ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇനിയെങ്കിലും ചിന്തിക്കേണ്ടേ? തൻ്റെ അച്ഛൻ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ലടോ, ഞാൻ തന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് ശ്രീനിവാസൻ സാർ യാത്രയും പറഞ്ഞ് അവിടെ നിന്നങ്ങ് പോവാണ്. ശ്രീനിവാസൻ സാർ അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം വിക്രം ഭയങ്കര ദേഷ്യത്തിൽ കട്ടക്കലിപ്പിങ്ങനെ അകത്തേക്ക് വന്നുകൊണ്ടതിന്, അമ്മേ ഒന്നിങ്ങോട്ടേക്ക് വന്നെന്നിങ്ങനെ ഉച്ചത്തിൽ പറയാണ്. എന്നാൽ വിക്രത്തിൻ്റെ ആ ഒരു കട്ടക്കലിപ്പും ദേഷ്യവും ഒച്ചയുയർത്തുള്ള സംസാരമെല്ലാം കേട്ടുകൊണ്ടതിന് എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും വിക്രം ചോദിക്കുന്നുണ്ട്, എന്തിനാണമ്മേ അച്ഛൻ ആവശ്യമില്ലാതെ എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടാൻ നിൽക്കുന്നത്? എന്നെ കാണാൻ വന്ന ശ്രീനിവാസൻ സാറിനോട് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്ത് അവകാശമാണുള്ളത്? എൻ്റെ കാര്യത്തിൽ ഏതായാലും ആരും ഇടപെടേണ്ട, അതെനിക്ക് ഇഷ്ടമല്ല, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്നിങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കാട്ടോ വിക്രം.
എന്നാൽ വിക്രം ഇങ്ങനെ ഒച്ചയുയർത്തി സംസാരിക്കുന്നതും കേട്ടുകൊണ്ടായിരിക്കും സുധാകരൻ മാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം വിക്രം ഇങ്ങനെ സുധാകരൻ മാഷുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നത്, അച്ഛൻ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ വെറും ഒരു ഗുണ്ടാ തെമ്മാടി, ആ ഒരു സ്ഥാനപ്പേരാണ് എൻ്റെ അച്ഛൻ എനിക്ക് തന്നിട്ടുള്ളത്. ഇപ്പോൾ എന്നെ കാണാൻ വന്നവരോടിങ്ങനെ അധിക്ഷേപിച്ച് സംസാരിക്കാനൊക്കെ അച്ഛൻ ആരാ അധികാരം തന്നത് എന്നൊക്കെ ചോദിക്കാട്ടോ വിക്രം. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അച്ഛൻ എന്നെ വെറും ഒരു കോമാളിയാക്കി. ഞാനിപ്പോൾ ഒരു ഗുണ്ട, തെമ്മാടി, അങ്ങനെ ചീത്ത പേര് മാത്രമേ എനിക്കുള്ളൂ. അച്ഛൻ ഇത്രയും വെറുപ്പുള്ള പേരുകൾ എനിക്ക് തന്നു എന്നല്ലാതെ ഇത്രയെങ്കിലും സ്നേഹം അച്ഛൻ എന്നോട് തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാട്ടോ വിക്രം. അല്ലെങ്കിലും എങ്ങനെ തോന്നാനാ? ഈ തെമ്മാടിയായ ഈ താന്തോണിയായ മോനോട് എങ്ങനെ തോന്നാനാ അല്ലേ? ശ്രീനിവാസൻ സാർ എന്നെ കാണാൻ വന്നപ്പോഴേക്കും അച്ഛൻ എത്രമാത്രം കാര്യങ്ങളാണ് ശ്രീനിവാസൻ സാറോട് വിളിച്ചു പറഞ്ഞത്. അതിന് മാത്രം എന്ത് തെറ്റാണ് അച്ഛൻ ഞാൻ അച്ഛനോട് പറഞ്ഞത്? ഒന്നുമില്ലെങ്കിലും അച്ഛനൊരു അധ്യാപകനല്ലേ? വീട്ടിലൊരു ഗസ്റ്റ് വരുന്ന സമയത്ത് അവരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാനാണോ അച്ഛൻ ഇത്ര കാലം പഠിച്ചു വെച്ചിരിക്കുന്നത്? അന്നേരം സുധാകരൻ മാഷ് പറഞ്ഞത്, ഞാൻ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഇപ്പം നല്ല നിലയിലാണ്, അവരൊക്കെ ഡോക്ടർമാരും എഞ്ചിനീയർമാരുമാണെന്ന് പറയുന്ന സമയത്ത് തന്നെ വിക്രം ചോദിക്കുന്നത്, എത്ര കുട്ടികൾ അങ്ങനെ ആയിന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഇനിയിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും അല്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള വൈരാഗ്യമൊക്കെ എന്നോട് കാണിക്കുന്നത് എന്ന് ചോദിക്കാട്ടോ വിക്രം. ഞാൻ അങ്ങനെയൊന്നും അല്ലാത്തത് കൊണ്ടായിരിക്കില്ലേ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങൾ എന്നെ വെറും ഒരു കോമാളിയാക്കി സംസാരിക്കുന്നത് എന്നിങ്ങനെ ദേഷ്യത്തോടെ ചോദിക്കാണ്. എന്നാൽ വിക്രത്തിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുന്നിൽ തനിക്ക് എന്ത് മറുപടി പറയണമെന്നറിയാതെ ആകെങ്ങനെ പകച്ചു നിന്ന് പോവാട്ടോ സുധാകരൻ മാഷ്. അന്നേരം വിക്രം പറഞ്ഞിട്ട്, ജയിച്ചവനെന്നും 1000 അവകാശികളാ, തോറ്റവനെന്നും ഒറ്റയ്ക്ക്. എന്നെ ഇങ്ങനെയെല്ലാം ആക്കിയതാരാ? അച്ഛനല്ലേ? അച്ഛനൊരു പക്ഷേ ഞാനൊരു ഡോക്ടറോ എഞ്ചിനീയറോ ആവണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും, പക്ഷേ എനിക്കതിന് പറ്റിയില്ല. അങ്ങനെ എനിക്ക് പറ്റിയില്ല എന്ന് വിചാരിച്ച് ഒരു അച്ഛൻ ഇങ്ങനെയാണോ ഒരു മകനോട് കാണിക്കേണ്ടത്? വിക്രത്തിൻ്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് സുധാകരൻ മാഷിന് ഭയങ്കര വിഷമമായിരിക്കട്ടെ. വിഷമത്തോട് കൂടെ തന്നെ സുധാകരൻ മാഷ് പറയുന്നുണ്ട്, നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നീ ഒരുപാട് പഠിച്ചതല്ലേ? റാങ്കോട് കൂടിയാണ് നീ അന്ന് പാസ്സായതും. അതിനു വേണ്ടി തന്നെയാണ് കോടതി നിന്നെ പഠനത്തിന് വേണ്ടിയിട്ട് കോളേജിൽ വിട്ടത്. എന്നാൽ സുധാകരൻ മാഷിന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വേദ പോലും ആകങ്ങനെ ഷോക്കായി നിൽക്കുമായിരിക്കട്ടോ. മാഷ് പറഞ്ഞിട്ട്, ഇനി നീ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടെന്ന് പറയും. മാഷിന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വിക്രം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമായിരിക്കട്ടെ. ബാക്കിയൊന്നും കൂടി നീ എന്നെ കൊണ്ട് പറയിപ്പിക്കണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് മാഷ് സങ്കടപ്പെട്ട് അകത്തേക്ക് കയറി പോവും. സുധാകരൻ മാഷ് സങ്കടപ്പെട്ട് മുറിയിലേക്ക് പോയിട്ട് കഥകിങ്ങനെ പൂട്ടി നിൽക്കുമായിരിക്കട്ടെ. ആ സമയത്തിന് കമലമ്മ വന്നിട്ട് വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട്, എടാ അച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എവിടെ നിന്നാടാ ഇത്ര ധൈര്യം കിട്ടിയത്? എടാ പോയി അച്ഛനോട് മാപ്പ് പറയടാ, ഈ അമ്മയാ പറയുന്നത്. അച്ഛനോട് മുഖത്ത് നോക്കിയിട്ട് ഇത്ര മാത്രം പറയാനൊക്കെ നീ അങ്ങ് വളർന്നു പോയോടാ. ആ മനുഷ്യനെ ഇത്രത്തോളം വേദനിപ്പിച്ചിട്ടോ നിനക്കൊന്നും മതിയായില്ലേ? ആ മനുഷ്യൻ്റെ ചോര കുടിച്ചിട്ടേ അടങ്ങുള്ളൂ നീ തന്നെയല്ല ആ അച്ഛൻ്റെ മനസ്സിലേക്ക് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ നെയ്തു കൊടുത്തത്. നീ തന്നെയല്ലേ എപ്പോഴും അച്ഛനോട് പറയുന്നത് നീ പഠിച്ചിട്ട് വലിയ ആളാവുമെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ മനസ്സിലേക്ക് സ്വപ്നം കുത്തി നിറച്ചത് നീ അല്ലേടാ? എന്നിട്ട് എന്തായി? അച്ഛന് വാക്ക് കൊടുത്തതും നിനക്ക് പാലിക്കാൻ പറ്റില്ല. നീ ഒരുപാട് പഠിച്ചു വളർന്നതൊക്കെ ഇതിനായിരുന്നോടാ. ഇനി അച്ഛൻ പറഞ്ഞതുപോലെ ബാക്കി കൂടി നീ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. വെറുതെ ചുമ്മാ ഞാൻ അങ്ങ് പറഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് അവിടെ നിന്നങ്ങ് പോവാണ്ട കമലമ്മ. എന്നാൽ അച്ഛൻ്റെയും അമ്മയുടെയും സംസാരത്തിൽ നിന്ന് വേദക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. വിക്രമാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ വേദയെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്കങ്ങ് കയറി പോകുന്നതും കാണിച്ചുകൊണ്ടാട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.